ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. ഈ ഇയർ മുതൽ സയാനെ നഴ്സറിയിലേക്കാക്കി. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ പോകുന്നതിൻ്റെ. അപ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിക്കാറ്. അപ്പോൾ ദാഹശമനിയിലെ അത് കുറച്ചൊന്ന് ചേർത്തിട്ടാണ് തിളപ്പിച്ചിട്ട് രാത്രിയാണ് വെക്കാറ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഒന്ന് ആറി കിട്ടുമല്ലോ. അപ്പോൾ ബോട്ടിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇന്നലെ സത്യത്തിൽ മറന്നുപോയി. അപ്പോൾ പിന്നെ ഇത് രാവിലെയാണ് തിളപ്പിക്കുന്നത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് ആറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന് സയാന സ്കൂളിൽ പോകുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ സയാന ആക്കാനൊക്കെ പോകണം. അപ്പോൾ ഞാൻ കുറേ റെസിപ്പി വീഡിയോസൊന്നും രാവിലെ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ 11:30 വരെയുള്ളൂ. അപ്പോൾ ആക്കിയിട്ട് പിന്നെ അധികം സമയമില്ല വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എല്ലാം ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ സയാൻ്റെ എല്ലാ ഐറ്റംസിലും പേരെഴുതി കൊടുക്കണമെന്ന് മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറിപ്പോവാതിരിക്കാനായിരിക്കാം. അപ്പോൾ രാത്രി പേര് എഴുതാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു ടിഫിൻ ബോക്സിലൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത് ആണ് ഒരു ബോക്സിൽ വെച്ച് കൊടുത്തത്. പിന്നെ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാസ്തയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ട് നോക്കുക. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു പാത്രത്തിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നല്ലപോലെ തണുത്തതിന് ശേഷം ബോട്ടിലാക്കി കൊടുക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയും പിന്നെ ആപ്പിൾ കട്ടാക്കിയതും കുറച്ച് നട്ട്സൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് സയാൻ്റെ ടിഫിനും പിന്നെ ബോട്ടിലും എല്ലാം വെള്ളം നിറച്ച് വെച്ചിട്ട് ബാഗിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എപ്പോഴും ടിഫിനിൽ റാപ്പ് ചെയ്തിട്ട് ടവലിലൊന്ന് റാപ്പ് ചെയ്തിട്ട് വേണം കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് അങ്ങനെ ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ച്. സയാന പൊതുവേ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആപ്പിൾ ഇന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കുകയില്ല എന്നൊന്നും അറിഞ്ഞൂടാ. സാധാരണ വീട്ടിൽ കഴിക്കാറില്ല. ചിലപ്പോൾ ചില കുട്ടികളിങ്ങനെ നമ്മൾ കഴിക്കാത്ത ഭക്ഷണം ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ സാധാരണ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ബാഗിൽ ഒരു പെയർ ഡ്രസ്സും ഒരു ഡയപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡയറി, അങ്ങനെ ബാഗെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കുട്ടികളുടെ ബാഗ് അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ അറേഞ്ച് ചെയ്തതിന് വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊടുത്തു വിടേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ അത് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് റെഡി ആയതിന് ശേഷം നമ്മളിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നഴ്സറി ഗ്രൂപ്പിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡും വരുന്നുണ്ട് കേട്ടോ സയാൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ ഞങ്ങൾ സയാനെ ഒരുമിച്ച് ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു സ്കൂളിൽ. പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി വിളിക്കാൻ ഒരു 11:30 ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തില്ല. ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. ഫാദേഴ്സ് ഡേക്ക് സയാൻ്റെ സ്കൂളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, ക്രാഫ്റ്റ് പോലെ. അപ്പോൾ ഞാനതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ്. പിന്നെ ഈദിൻ്റെ സെലിബ്രേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈദിൻ്റെ അന്ന് എന്തെങ്കിലും ട്രഡീഷണൽ വെയർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ ഉണ്ടായിരുന്നില്ലേ, അന്ന് എടുത്ത ഫോട്ടോ ആണിത്. അപ്പോൾ ഇതൊക്കെ മിസ്സായി ചെന്നപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോസൊക്കെ വേറെ വേറെ ദിവസങ്ങളിൽ എടുത്തതാണ്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയതുകൊണ്ട് അതിൻ്റെ ഇടയിലൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതാ സയാനെ വിളിക്കാനുള്ള സമയമായി. 11:30 ആയപ്പോഴത്തേക്കും സയാൻ്റെ സ്കൂളിൽ വന്നതാണ്. ഇനി നമ്മളതാ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് സയാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സോഫയിൽ അങ്ങനെ കിടത്തിയതാണ്. പിന്നെ സയാൻ ഇന്ന് സ്കൂളിൽ കരയാതെ പോവുകയാണെങ്കിൽ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പൈഡർമാൻ്റെ വാച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സയാനെ വിളിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും റാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്.
ഇടയ്ക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും അവരെ റാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം കൂടിയായിരിക്കും കേട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ ടിഫിനൊക്കെ ഒന്ന് കഴുകി വെക്കായിരുന്നു. അപ്പോൾ ഇന്ന് കൊണ്ടുപോയ സ്നാക്ക് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബോട്ടിലൊക്കെ കഴുകി ചൂടുവെള്ളം നിറച്ച് വെക്കാറുണ്ട്. ചൂടുവെള്ളം ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു, രാവിലെ തിളപ്പിച്ചത് ഞാൻ കാണിച്ചല്ലോ. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാറിൽ മുരിങ്ങക്കായും പിന്നെ ഉരുളക്കിഴങ്ങും മാത്രം ഇട്ടിട്ടൊന്ന് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ കാണിച്ച റെസിപ്പി വീഡിയോ പിന്നെയും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സാമ്പാറിൻ്റെ. ഒന്നല്ലെങ്കിൽ ലഞ്ചിനുള്ളത് രാവിലെ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനും കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ ജയന് സ്കൂളിലാക്കണതിന് മുൻപേ ഉണ്ടാക്കാറുണ്ട്. അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് പാസ്തയൊക്കെ കൊണ്ടുപോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ജയനെ സ്കൂളിൽ ആക്കി വന്നതിന് ശേഷമാണ് പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാറ്. ഇന്നിപ്പോൾ ജയനെ നേരത്തെ വിളിക്കാൻ പോകുന്നത് കൊണ്ട് മാത്രം ജയനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് വൈകിപ്പോയത്. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയും കൂടിയാണല്ലോ സാമ്പാർ. അപ്പോൾ സാമ്പാറിലെ മുരിങ്ങക്കായ ജയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് എല്ലാം കൂടി അരിഞ്ഞ് കുക്കറിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ പോകുന്നതിന് മുൻപ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ പിന്നെ വേവിച്ച പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒരു വിസിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഞാനിപ്പോൾ തക്കാളി, മുരിങ്ങക്കായ, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ച് വെച്ച വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ബീട്രൂട്ട് ചിലവർ ഇങ്ങനെ ചോപ്പറിൽ ചെയ്യുന്ന കാണാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ നേരിതാക്കി സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള മസാലപ്പൊടികളും പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ വെന്തതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടയിൽ കടുകും പൊട്ടിച്ച് ഉണക്കമുളകും മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ വഴറ്റിയെടുത്തു. അതിനുശേഷം ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് പകുതി വേവായതിന് ശേഷം കുറച്ച് തേങ്ങ ചെറുവിതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് തോരനൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വലിയൊരു ബോക്സ് ആയിട്ടാണ് വാങ്ങിക്കാറ് കേട്ടോ. ലുലുന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാറുണ്ട്. തലയും പിന്നെ വാലും പിന്നെ അതിൻ്റെ നടുവിലുള്ളതും കൂടെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഏകദേശം ഒന്ന് ക്രിസ്പായി വരാനാവാറാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണക്കച്ചെമ്മീനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ജയാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ജയാന് വാങ്ങിച്ച് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ടാണ്. അപ്പോൾ അത് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ ഞാൻ തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ച കടയിലെ ചേട്ടൻ ഒരു ബോക്സിലാക്കി തന്നതാണ്, പെൻസിലിൻ്റെ ബോക്സിൽ അതിൽ. അപ്പോൾ വാച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ കയ്യിൽ കെട്ടിത്തരാനൊക്കെ പറയാനായിരുന്നു. അങ്ങനെ കുറേ ദിവസമായിട്ട് പറയാണ് സ്പൈഡർമാൻ്റെ വാച്ച് വേണമെന്ന്. അപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഓർമ്മ വന്നത് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ അന്വേഷിച്ച് നോക്കാമെന്ന്. ഇനി ഉണക്കച്ചെമ്മീൻ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴന്നതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ഉണക്കമുളക് ഇടിച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നല്ല പോലെ വറുത്ത് ക്രിസ്പിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നെല്ലിക്കയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും കൂടെ ഞാൻ അന്ന് ഉപ്പും വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് നേരം ഉപ്പിലിട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിയുപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനെഗറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെല്ലിക്ക അങ്ങനെ നല്ലപോലെ കോട്ടൻ്റെ തുണിയിൽ എല്ലാം തുടച്ചെടുത്തതാണ്. അതേപോലെ തന്നെ പച്ചമുളകും നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ജാറിലേക്ക് പച്ചമുളക് ഒന്ന് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കാന്താരി മുളകാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം നല്ലപോലെ ആറിയിട്ട് മാത്രം ഇതിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നെല്ലിക്കയിൽ ചൂടോടുകൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നെല്ലിക്ക പെട്ടെന്ന് ഇങ്ങനെ അലത്ത് പോവും. മുഴുവൻ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പച്ചമുളകും കൂടെ ഒന്ന് നടുകീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചപ്പോൾ വിനെഗർ ഇട്ടല്ലോ. അപ്പോൾ വിനെഗർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു നെല്ലിക്ക ഉണ്ടല്ലോ, ഉപ്പിലിട്ട നെല്ലിക്ക, ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇത് നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.